അവിടെ
ഇതുപോലെ മാംസമൊക്കെ പോലെ പല്ലിനുള്ളിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള പാലിന്റെ ഉള്ളിൽ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചേക്കുന്ന ഭാഗമാണ് ഇത് പൾപ്പ് ക്യാവിറ്റി എന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ കാണും? ബ്ലഡ് വെസൽസ് ഉണ്ടാവും, നെർവ്സ് ഉണ്ടാവും, ഒഡന്റോബ്ലാസ്റ്റ് സെൽസ്. ഒഡന്റോബ്ലാസ്റ്റ് സെൽ എന്ന് പറയുന്നത് ഡെന്റൈൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന കോശങ്ങളാണ്. ഇവയൊക്കെ അതിൽ കാണാം. അപ്പൊ രക്തക്കുഴലുകൾ ഉണ്ടാവും, നാഡികൾ ഉണ്ടാവും, ഒഡന്റോബ്ലാസ്റ്റ് കോശങ്ങൾ ഉണ്ടാവും. മനസ്സിലായോ? ഇനി പല്ലിന്റെ ഈ പുറമേ കാണുന്ന ഭാഗം അതിനെന്തായിരിക്കും പറയാ? നമ്മുടെ ഒന്ന് നോക്കിയേ, പല്ലിന്റെ പുറത്ത് കാണുന്ന മോണയ്ക്ക് പുറത്ത് കാണുന്ന ആ ഒരു ഫുൾ ഭാഗത്തിന് എന്താ പറയുന്നത്? സൈഡിലോട്ട് നോക്കിയേ, ക്രൗണ്, നെക്ക്, റൂട്ട് കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? അതായത് ഈ പല്ലിന് മോണയ്ക്ക് പുറത്തുള്ള ഭാഗത്തിന് ക്രൗൺ എന്നാ പറയാ. പല്ലിന് ദന്ത മകുടം, ക്രൗൺ എന്നാ പറയാ. ഇനി ഈ മോണയില്ലേ, നമ്മൾ കാണുന്ന മോണ, അതിനെ നെക്ക് എന്നാ പറയാ. ദന്തഗളം, ദന്തഗളം എന്നാ പറയാ. ഇനി അതിന്റെ താഴെ റൂട്ട് പോർഷൻ ഉണ്ടാവില്ലേ, അതായത് മോണക്ക് താഴെ ഒരു ഭാഗം ഉണ്ടാവില്ലേ പല്ലിനെ ചുറ്റിയിട്ടുള്ള, അതിനെ എന്താ പറയുന്നത് വെച്ചാൽ റൂട്ട്. അതിനെ ദന്തമൂലം, ദന്തമൂലം എന്നാണ് പറയുന്നത്. അപ്പൊ ആ മൂന്ന് ഭാഗം മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? പല്ലിന്റെ സ്ട്രക്ചർ ഓക്കെ അല്ലേ? ഓക്കെ ആണോ? എടാ ഓക്കെ ആണോ? ഓക്കെ ആ. അത് കാര്യമായിട്ട് പറ, മനസ്സിലായി.
വാൽവ് സർക്കുലർ മസിൽ ഓപ്പൺ ചെയ്തിട്ട് അടുത്തതായിട്ട് എടുത്തേക്ക് പോകും, സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകും. ഇനി ഇവിടെ ശ്രദ്ധിച്ചേ, ഇപ്പൊ നിങ്ങൾ ആമാശയം പഠിച്ചോ. ഇനി അടുത്തത് വേണ്ടിയ ചെറുകുടൽ സ്മോൾ ഇൻറ്റെസ്റ്റൈനിന്റെ വീഡിയോയാണ്. ഇതാണ് ചെറുകുടൽ. അതിന്റെ ഷേപ്പ് ഒന്ന് നോക്കി വെക്കേ. ഇതാണ് ഫുഡ്. അതിന്റെ മൂവ്മെന്റ് നോക്ക്. രണ്ട് തരം മൂവ്മെന്റ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് സെഗ്മെന്റേഷനും ഇത് പെരിസ്റ്റാൾസിന്റെ മൂവ്മെന്റ്. സെഗ്മെന്റേഷൻ നടക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ നിങ്ങൾ നോക്കി രണ്ടും നോക്ക്. പെരിസ്റ്റാൾസിന്റെ ഏകദേശം മനസ്സിലായി, സെഗ്മെന്റേഷൻ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോ എന്താ അപ്പൊ പെരിസ്റ്റാൾസിസ് അപ്പൊ ചെറുകുടലെത്തി. ചെറുകുടലെത്തി കഴിഞ്ഞാൽ അടുത്തായിട്ട് അവിടെ ഒന്ന് നടക്കുന്നുണ്ട്, ആമാശയത്തിൽ നടക്കുന്ന പോലെ എന്ത് നടക്കുന്നുണ്ട്, എന്ത് ചലനം നടക്കുന്നുണ്ട്, പെരിസ്റ്റാൾസിസ് നടക്കുന്നുണ്ട്. അതൊന്നുമില്ല മറ്റേതിൽ നടക്കുന്ന പോലെ തന്നെ ഒരു ഭാഗം ചുരുങ്ങും, മേലെ ഭാഗം ചുരുങ്ങും, അപ്പൊ ഫുഡ് താഴോട്ട് പോകും, അപ്പൊ ആ താഴോട്ട് പോയ ഭാഗം വീണ്ടും ചുരുങ്ങും, അപ്പൊ വീണ്ടും താഴോട്ട് പോകും. അതിങ്ങനെ താഴോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ചലനമാണ് ഏത്, പെരിസ്റ്റാൾസിസ്. ഇനി സെഗ്മെന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഈ ആമാശയത്തും മൗത്തിലൊക്കെ ഉരുളകളായിട്ട് ഫുഡ് ബോളായിട്ടല്ലേ പോവാ, ഉരുളകളായിട്ടാണ് പോകുന്നത്. ഈ ഉരുളകളായിട്ട് പോയത് ചെറുകുടലെത്തി. ചെറുകുടലെത്തി കഴിഞ്ഞാല് ഈ കഥ നല്ലതല്ല. അപ്പൊ ഇത് ചെറുകുടലാണെന്ന് വിചാരിക്കുക. ഇവിടെ ഫുഡ് ഉണ്ട്, അവിടെ ഫുഡ് ഉണ്ട്. ഇനി ഇതിനെ ചെറുതാക്കണം. അപ്പൊ ഒരു കാര്യം എന്താ, ഇതിപ്പോ ഇവിടെയല്ലേ ചുരുങ്ങിയിട്ടുള്ളത്, അടുത്തതായിട്ട് ഇവിടെ വികസിക്കും. മനസ്സിലായോ? ഇതിപ്പോ ഇവിടെ ചുരുങ്ങിയിട്ടല്ലേ ഉള്ളത്, നോക്ക് ഇവിടെ ചുരുങ്ങിയിട്ടല്ലേ ഉള്ളത്. ഇനി ഇവിടെ ചുരുങ്ങി എന്ത് ചെയ്യും, ഇവിടെ വികസിച്ചു, ഇവിടെ ചുരുങ്ങി എന്താവും, ആ ഫുഡ് എന്താവും, ഫുഡിന്റെ പകുതിക്ക് വെച്ചിട്ടാണ് ചുരുങ്ങുന്നേ, പകുതി ആവൂലേ, ആവൂലേ? മനസ്സിലായില്ല? ചലനം മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല? ഇല്ലെങ്കിൽ പറയണം. ഇപ്പൊ ഇവിടെ വികസിക്കുമ്പോ ഇവിടെ ചുരുങ്ങും, അപ്പൊ ആ ഫുഡ് എന്തായി, രണ്ട് കഷ്ണമായി. അങ്ങനെ എല്ലായിടത്തും നടക്കും. ഇനി ഇത് മാറി മാറി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും, ഇവിടെ വികസിച്ചിട്ട് ഇവിടെ ചുരുങ്ങും, അപ്പൊ വീണ്ടും ഫുഡ് എന്താവും, ചെറുതാവും. അപ്പൊ അങ്ങനെ ചെറിയ കണികളായിട്ട് മാറിയിട്ട് കുറെ ചെറുകുടൽ കുറച്ച് വലുതല്ലേ, ചെറുകുടൽ കുറച്ച് വലുതല്ലേ. അപ്പൊ എന്താവും, കുറെ നേരം ഇങ്ങനെ നടക്കുമ്പോ എന്താവും, ചെറിയ ചെറിയ തടികളായിട്ട് മാറും. അപ്പൊ ഡൈജഷൻ നടന്നു കഴിഞ്ഞാൽ പോഷകങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് എന്താവും, എളുപ്പാവൂലേ? വലിയ ഉരുളകളൊന്നുമല്ലോ, ചെറുതായില്ലേ. അപ്പൊ ഇത്രയേ ഉള്ളൂ എന്ത്, യാന്ത്രിക ദഹനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതൊക്കെ മനസ്സിലായില്ല? ഇല്ലേ? ഇയാള് ചോദിക്കും, ഞാൻ എപ്പോഴും ഉണ്ടാവില്ല എന്താണ് മനസ്സിലാവാതെ ഇത് ഇപ്പോ ഈ ശരി ഫുഡ് ബോളായിട്ട് ഇനി ഇവിടെ അതിങ്ങനെ റൗണ്ടാവും. അപ്പൊ ഇങ്ങനെ ചുരുങ്ങി കഴിഞ്ഞാൽ എന്താവും, ആ ഫുഡ് പകുതിയാവും. ആ ചലനം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അത് ഓരോ ഘട്ടങ്ങളിൽ കാണിച്ചത് ബോളായിട്ട് വന്നു, അത് ചെറുതായി, അവസാനം ചെറുകുടൽ അവസാനം ചെറുകുടൽ എന്താവും. ടെക്സ്റ്റിലെ പിക്ചറിൽ ആർക്കും ഡൗട്ട് ഉണ്ടോ? ഇത് സെഗ്മെന്റേഷൻ ആർക്കും ഡൗട്ട് ഉണ്ടോ? അത് ചെറുകുടലിന്റെ ഓരോ ഭാഗങ്ങൾ, അതായത് ആദ്യം ഉരുളകള്, രണ്ടാമത് അതിന് ചെറുത്, മൂന്നാമത് ലാസ്റ്റ് എത്തുമ്പോൾ എന്താവും, ചെറിയ ചെറിയ കണികകളായിട്ട് മാറും. ഓക്കെ.
ഈ